കാസർഗോഡ് പുന്നക്കുന്നിലെ കർഷകൻ സജി വട്ടപ്പാറയില് 4 പതിറ്റാണ്ടായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. കറുത്ത പൊന്ന് ഇതുവരെ സജിയെ കൈവിട്ടിട്ടില്ല. കുരുമുളക് കൃഷിയിലെ സജിയുടെ വിജയഗാഥയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ രതീഷ് വാസുവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എനിക്കിത് മൊത്തം ഒരു 5 ഏക്കർ സ്ഥലമാണ് ഇതുള്ളത്. അതിൽ ഒരു 3 ഏക്കറോളം കുരുമുളകും കവുങ്ങും തെങ്ങുമായിട്ട് സമ്മിശ്ര വിളയായിട്ട് കൃഷിയാണിത് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ കുരുമുളക് എല്ലാവരും ഉൽപ്പാദിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാനൊരു 41 കൊല്ലമായിട്ട് ഇപ്പം ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ കുഴപ്പങ്ങളില്ല. നോക്കിയെടുക്കുന്നവർക്ക് വിജയിപ്പിക്കാൻ പറ്റും. പിന്നെ കേടുകളുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനെയും പോലെ കേടുകളുണ്ട്. എന്നിരുന്നാൽ പോലും ശ്രദ്ധിച്ചാൽ നമുക്കത് നല്ല രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതെല്ലാം 500 മണ്ണ് പഴയ കാലത്താണ്. പിന്നെ ഇതിന് നല്ല പരിപാലനം കൊടുക്കണം. ഈ 500 മണ്ണുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ മറ്റ് ഇനങ്ങളൊക്കെ കേടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മൂടോടെ നശിച്ചു പോകും. അപ്പോൾ ഇതിപ്പോൾ ദ്രുതവാട്ടം വന്ന കാലത്ത് പോലും ഇതിൻ്റെ ഒരു തണ്ട് ബാക്കി നിൽക്കുകയാണെങ്കിൽ ആ ഒരു തണ്ട് പൊട്ടിത്തെളുത്ത് കയറി വരും. അങ്ങനെയുള്ളൊരു വലിയ മെച്ചമുണ്ട് ഈ 500 മണ്ണിന്. മറ്റ് കൊടികളെ അപേക്ഷിച്ച് പ്രതിരോധം കൂടുതലാണ്. ഇവിടെ നിൽക്കുന്ന വലിയ ഇനം കൊടികളുണ്ട്. 500 കൊടിയാണ്. അതായത് നമുക്ക് ശരാശരി നല്ല കായ്ക്കുന്ന വർഷം കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു 12 കിലോ 10 കിലോ ഉണക്കമുളക് കിട്ടും. അത് കാലാവസ്ഥയിനനുസരിച്ചിരിക്കും. ചില കൊല്ലം അതിലും കുറയും, ചില കൊല്ലം അതിലും കൂടും. ആ രീതിയിലാണ് കേട്ടോ വലിയ കൊടികൾ കിട്ടുന്നത്. പിന്നെ ചെറിയ കൊടിക്ക് ശരാശരി 2 കിലോ 1 കിലോ 1/2 കിലോ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച്. ചൂട എപ്പോഴും നല്ല ക്ലിയർ ആയി കിട്ടണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കണ്ടോ. ഇതേപോലെയുള്ള ഈ ചെറിയ കമ്പുകൾ, അതുപോലെ തന്നെ ഇലകൾ, അതിലൊക്കെ പൂപ്പൽ ബാധ ഫംഗസ് ബാധ ഉണ്ടാവും. അത് പോയി നമ്മുടെ ഇതുപോലെ തണ്ടയിൽ പ്രസ് ചെയ്ത് നിന്നാൽ ഇതിൽ പടരും. അങ്ങനെ ആ കൊടി എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ചീഞ്ഞു. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. കൃഷികളിൽ ലാഭകരമായ കൃഷിയാണ് കുരുമുളക് കൃഷി. സുഗന്ധ രാജാവ് എന്നുള്ള പേര് പോലും അനർത്ഥമാക്കുന്ന നമ്മൾ ഇത് പരിപാലിക്കുകയാണെങ്കിൽ രാജാവ് വളരുന്ന പോലെ നമുക്കും വളരാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും തന്നെ കൃഷിയിലേക്ക് ആകൃഷ്ടരായി കുരുമുളക് കൃഷിയിലേക്ക് വരണം. കറുത്ത പൊന്ന് ചതിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈ മലയോര കർഷകൻ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് പുന്നക്കുന്നിൽ നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.